ഇപ്പം മനസ്സിലായില്ലേ കാര്യം എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് തന്നെയാണ് ഷോപ്പിങ്ങിൽ നടക്കുന്നത്. ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും വല്ല ഇൻഫ്ലുവൻസേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരോ ഒക്കെ തന്നെ ഇത് യൂസ് ആക്കി കാണും. അതിപ്പോൾ ഗാഡ്ഗറ്റ് ആവാം, ഡ്രസ്സ് ആവാം. ഇത് കണ്ട ഉടനെ തന്നെ നമ്മൾ തീരുമാനിക്കും, ഓ ഇത് ഞാൻ ഉപയോഗിച്ച് കിട്ടില്ലനായിരിക്കും, എൻ്റെ സ്റ്റാറ്റസിന് ഇത് അനിവാര്യമായ ഒന്ന് തന്നെയാണെന്ന്. സ്വാഭാവികമായും ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷൂസോ ഡ്രസ്സോ ഗാഡ്ഗറ്റോ ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ വാങ്ങിച്ച് വെക്കുകയും ചെയ്യും. വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ തുടങ്ങും, ഇതിപ്പോൾ അവരെ പോലെ ഞാൻ എങ്ങനെ ഉപയോഗിക്കാനാ, ഇതെനിക്ക് എവിടെ ഉപകാരപ്പെടാനാന്നൊക്കെ. അപ്പോൾ തന്നെ ബ്രെയിൻ പറയും, അങ്ങനെയല്ല, നിനക്ക് അടുത്ത ഫംഗ്ഷൻ ഉപയോഗിക്കാമല്ലോ, അടുത്തൊരു പ്രശ്നം വന്നപ്പോൾ നിനക്ക് ഈ ഗാഡ്ഗറ്റ് യൂസ് ചെയ്യാമല്ലോ, വേറെ ആരോടും തപ്പി പോകണ്ടല്ലോ എന്നൊക്കെ. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കോഗ്നിറ്റീവ് ഡിസോണൻസിനെ പറ്റി നല്ല ബോധ്യമുള്ളവരാണ് നമ്മുടെ ചുറ്റുമുള്ള ബ്രാൻഡഡ് കമ്പനികളെല്ലാം തന്നെ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സൈറ്റിലോ അല്ലെങ്കിൽ നമ്മൾ തുണി എടുക്കാനോ ഗാഡ്ഗറ്റോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു പരസ്യവാചകം പോലെ അല്ലെങ്കിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ അവരിങ്ങനെ എഴുതി വെച്ചേക്കും, എന്താണ് 30 days റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഓക്കെ ആവും, 30 ദിവസം ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമല്ലോ എന്നുള്ളത്. എന്താ നടക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ കോഗ്നിറ്റീവ് ഡിസോണൻസ് കാരണം നമ്മൾ തന്നെ ന്യായീകരിച്ച് ഈ സാധനം പിന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് മാറ്റി വയ്ക്കും.